നീതിമാന് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ. 1:22 വാക്യം, ഭൂമിയെ കൈവശമാക്കും. അല്ലേ? ചുമ്മാ ഇവിടെ നാട്ടില് ഭൂമി വാങ്ങിക്കുന്ന കാര്യമൊന്നും അല്ലേ പറയുന്നത്, നിത്യഭൂമിയെ കൈവശമാക്കുന്ന കാര്യമായി പറയുന്നേ. അല്ലാതെ ഇവിടെ 10 സെന്റ് മേടിക്കുന്നതല്ല. അപ്പൊ നമ്മൾ അപ്പൊ വിൽക്കുന്നവൻ ദുഷ്ടനാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരെക്കാളും ദുഷ്ടൻ ഞാനാണ്. അല്ലേ? ഞാൻ സ്ഥലം വിൽക്കുകയാണ്. ഇത് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നിത്യജീവൻ, സ്വർഗരാജ്യത്തിൽ ചെന്ന് പറ്റുന്ന കാര്യമേ പറയുന്നേ. പുതിയ ഭൂമിയിൽ നമുക്ക് 10 സെന്റ് വേണം. ഇവിടെ വാങ്ങിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് സുഖമായിട്ട് വാങ്ങിക്കാം, ലോണ് കിട്ടും, മേടിക്കാം. ഇച്ചിരി അത്യാവശ്യമൊക്കെ പൈസ എല്ലാവരും ഉണ്ട്, കൊണ്ട് നടച്ചാൽ പൈസ കാര്യങ്ങളൊക്കെ നടന്നു പോകും. ഇവിടെ 10 സെന്റ് മേടിക്കുന്ന കാര്യം അല്ലേ പറഞ്ഞേ. പൈസ ഉണ്ടെങ്കിലൊക്കെ മേടിച്ചോണം കേട്ടോ, കിട്ടുന്ന സമയത്തൊക്കെ മേടിച്ചിട്ട് വേണം. പക്ഷെ വചനത്തിൽ എവിടെയോ പറയുന്നുണ്ട്, യെശയ്യാവ് 5-ലാണെന്ന് തോന്നുന്നു, 5:8 എന്നാൽ ഇതാ ഭീതി, തങ്ങൾ മാത്രം ദേശമധ്യേ പാർക്കത്തക്കവണ്ണം മറ്റാർക്കും സ്ഥലമില്ലാതാകുവോളവും വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഞാൻ കേൾക്കെ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തത്, വലിയതും നല്ലതുമായിരിക്കുന്ന പല വീടുകളും ആൾപ്പാർപ്പില്ലാതെ ശൂന്യമാകും നിശ്ചയം. ഇതൊക്കെ ശൂന്യമായിട്ട് കിടക്കുമെന്ന് ഒരു മനുഷ്യനില്ലാതെ. അതുകൊണ്ട് ഞാൻ മാത്രം ഇവിടെ താമസിച്ചാൽ മതി, ബാക്കി എല്ലാവരെയും വിറ്റ് പോയിപ്പിക്കാൻ വേണ്ടി എല്ലാം കൂടി വാങ്ങിക്കുന്നവന്റെ കഷ്ടകാലം എന്നാ പറയുന്നത്. നമുക്ക് അത്യാവശ്യത്തിന് സ്ഥലം മേടിച്ചോളുക, നല്ല വീടൊക്കെ വെച്ചോളുക, താമസിക്കുക, അതൊന്നും പാവമൊന്നും അല്ല. ഇതിന്റെ പുറകെ നടക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നതാണ്. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് എനിക്കറിയാം, നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം. ഓക്കെ, നമുക്ക് പഴയതിലേക്ക് പോവാം. വായിക്കും 22 വാക്യം, ഭൂമിയെ കൈവശമാക്കി. നമ്പർ 2, 23 വാക്യം, ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ, ദൈവത്തിന് പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കും. അവന്റെ ഗമനം സ്ഥിരമാക്കും. മറ്റൊന്ന് തെക്കോട്ട് 10 മിനിറ്റ് നടക്കും, വടക്കോട്ട് 10 മിനിറ്റ് നടക്കും, പിന്നെ പടിഞ്ഞാറോട്ട് 10 മിനിറ്റ് നടക്കും. ഇവൻ എങ്ങോട്ട് നടക്കണമെന്ന് അവന് എന്നെ അറിഞ്ഞൂടാ. അല്ലേ? അവൻ പലതും ചെയ്തു നോക്കും, ഒന്നും നടക്കുകയല്ല. ഞാനത് പൊളിച്ചു പറഞ്ഞാൽ വലിയ പരുവക്കേടായിപ്പോ, അതുകൊണ്ട് ഞാനിപ്പോ പൊളിക്കുന്നില്ല. എന്ത് ചെയ്യണമെന്നും അറിഞ്ഞൂടാ, എങ്ങനെ പോകണമെന്നും അറിഞ്ഞൂടാ. സോദരം, പിന്നെ ഞാൻ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോയിൽ ഈ സാധനങ്ങളൊക്കെ ഇടാം, അപ്പം നിങ്ങൾ കേട്ടാൽ മതി. നീതിമാന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, അവന്റെ ഗമനം സ്ഥിരമാക്കും. അവന്റെ നടപ്പ് കർത്താവ് കറക്റ്റാക്കും. അവൻ സ്നാനപ്പെട്ടെങ്കിൽ സ്നാനപ്പെട്ടതിന് തന്നെ ആയിരിക്കും. അവൻ ഇറങ്ങി തിരിച്ചെങ്കിൽ അത് വിശുദ്ധ ജീവിതത്തിന് തന്നെ ആയിരിക്കും. അവൻ ബൈബിൾ വായിക്കുന്നെങ്കിൽ അത് അവന് ഗുണകരമാണ്, അവൻ വാക്യം പഠിക്കുന്നെങ്കിൽ അവന് ഗുണകരമാണ്. അവൻ വീണാലും നിലംപരിചാകയില്ല. അവൻ വീണേക്കാം, നിലം പരിചാകല. അപ്പൊ 1, ഭൂമിയെ കൈവശമാക്കും. 2, അവന്റെ ഗമനം സ്ഥിരാവും. 3, അവൻ വീണാലും അവൻ അങ്ങ് നിലത്തോട് ചേർന്ന് പോകത്തൊന്നുമില്ല. അടുത്ത് 25 വാക്യം, ഞാൻ ബാലനായിരുന്നു വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കത്തില്ല. ആര് സഹായമില്ലാതെ നീതിമാൻ ഇരിക്കത്തില്ല. അങ്ങനെ ഒരു നീതിമാനെ നമുക്കറിയാം. ആരാ? ജോസഫ് ജയിലിലായി പോയി, ആര് തുണയില്ല. പക്ഷെ അവിടെ ഇങ്ങനെ പറഞ്ഞേ, യഹോവ ജോസഫിനോട് കൂടെ കാരാഗ്രഹത്തിൽ ഇരുന്നു. വേറെ ആര് തുണ വേണം? സിംഹത്തിന്റെ ഗുഹയിലായി പോയി ദാനിയേലിനെ രാവിലെ വന്നിട്ട് രാജാവ് വിളിക്കുകയാണ്, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ജീവനോടിരിക്കുന്നുവോ? അപ്പൊ മൂപ്പർ തിരിച്ചു പറയാണ്, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കാൻ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു. അപ്പൊ കൂട്ടിനാരുണ്ട്? ദൂതൻ നിൽക്കുക. സ്വർഗത്തിലെ ദൂതൻ സിംഹത്തിന്റെ കൂട്ടിൽ നിൽക്കുക. അങ്ങനെയുണ്ട്, കണ്ടോ? അപ്പൊ തുണയില്ലാതിരിക്കേണ്ടി വരികയല്ല. അപ്പൊ ചിലർ തുണയില്ലാതിരിക്കുക എന്ന് പറയുമ്പോ ഭർത്താവ് ഭാര്യയോ ഇല്ലാതിരിക്കുമെന്ന് അങ്ങനെ അത് നിസ്സാര തുണയാണ്, അതൊന്നും വലിയ തുണയൊന്നുമല്ല. അല്ലേ? അത് ചില സ്ഥലത്ത് 2 വീണ് കിടപ്പുണ്ട്, കിടപ്പുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലേ? അത് കുറച്ച് ദിവസമൊക്കെ ആരെങ്കിലൊക്കെ ഞാൻ നോക്കും. എനിക്ക് ഭയങ്കര എൻ്റെ ഭാര്യ നോക്കും, അവൾക്ക് വൈകി ഞാൻ നോക്കും. കുറേ ദിവസം നോക്കാൻ കൊള്ളു. തീരെ നമ്മൾ രണ്ടുപേരും കൂടെ വയ്യാതായിപ്പോയി ആര് നോക്കും? നാട്ടുകാർ നോക്കും. അല്ലേ? പിള്ളേർ റൂമിൽ ക്യാമറയൊക്കെ വെച്ചിട്ട് വേറെ രാജ്യത്തിരുന്ന് നോക്കും. അങ്ങനെ പറ്റൂ. ഇവിടെ എൻ്റെ കൂടെ ഇപ്പം 3 വയസ്സായവരുണ്ട്, 4 ഉണ്ടായിരുന്നു, ഒരാൾ പോയി, അടുത്ത 3 പറയാ പോകും. അപ്പോഴും റൂം കാലിയാവും, നമ്മൾ റൂമിലോട്ട് കയറും. ഓക്സിജൻ കുറ്റി എനിക്കും ഭാര്യയ്ക്കും, പിന്നെ ഇങ്ങനെ മടക്കുന്ന കസേര. അല്ലേ? അല്ലാതെ സ്ഥിരമായിട്ട് അവരെല്ലാം അതിൽ കിടക്കാൻ പോകുന്നേ, നമ്മളതിൽ കിടക്കും. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ചെന്ന് ചുമ്മാ കിടന്ന് ഓക്സിജൻ ഒക്കെ വെച്ച് നോക്കണം എങ്ങനെ 2 സെറ്റപ്പ് എന്ന്. അല്ലേ? അപ്പൊ അവരുടെ അടുക്കൽ നമ്മൾ എങ്ങനെ നിൽക്കുന്നു അതുപോലെ ഇരിക്കും നമ്മുടെ അടുക്കൽ ആരെങ്കിലും ഒക്കെ വരുന്നത്. നമ്മൾ അറിഞ്ഞേ പറ്റൂ. അല്ലേ? നിർബന്ധമായിട്ട് അതറിയണം. ഇതൊക്കെ അറിയാതെ പിന്നെ എവിടെ പോകാനാ? അല്ലേ? ഞാൻ പറയുകയാണ്, എൻ്റെ ഭാര്യ അടുത്ത് പറയുകയാണ്, നിന്നെ ഞാൻ ഒരിക്കലും നിന്റെ വീട്ടിൽ വിടുകയല്ല, നിന്റെ അമ്മയെ കാണാൻ പാടില്ല, നിന്റെ സഹോദരനെ കാണാൻ പാടില്ല, ആരെയും കാണാൻ പാടില്ല എന്ന് പറഞ്ഞാലോ
എന്ന് പറഞ്ഞാൽ അത് ഈ കാലഘട്ടത്തിൽ ശരിയാണ്. എത്ര വരെ? ഇപ്പൊ 2024, 2030 ആകുമ്പോൾ എൻ്റെ വീട്ടിലും വരും ഒരു മരുമകൻ. അവൻ വന്നിട്ട് പറയും, എൻ്റെ മോളെടുത്ത് പറയും, മറ്റവനെ കാണാൻ പറ്റില്ല. ആര്? എന്നെ. അപ്പോഴാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ മരുമകനാകും, സോറി, അപ്പൊ ഞാൻ അമ്മായിയപ്പനാകും. അപ്പൊ എൻ്റെ മോളെടുത്ത് ഞാൻ എൻ്റെ ഭാര്യയെടുത്ത് കാണിച്ച സാധനം എൻ്റെ മോളെടുത്ത് അവൻ പറയും. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റവും ഇത് വലഞ്ഞല്ല, ഇത് ഉണ്ടാക്കി വെച്ചതാണ്, വലച്ചതാണ്. കൊടുപ്പിൻ നിങ്ങൾക്ക് കിട്ടുമെന്നാ വചനം പറയുന്നേ. അമർത്തി കുലുക്കി തരുമെന്നൊക്കെയാ പറയുന്നത്. അപ്പൊ കുലുക്കി തന്നുള്ള ഗതിയല്ലേ ചോദിക്കേ? കുറച്ചുകൂടെ കൂടും. അവിടെ നമ്മളിതൊക്കെ കൃപയിൽ ആശ്രയിച്ച് ആലോചിച്ച് വേണം ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ ഭാര്യ എല്ലാ മാസവും വിടും 5-ാം തീയതിക്കകത്ത് പെൻഷൻ കിട്ടുന്ന സമയം നോക്കി. സ്തോത്രം. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഏത് സാധനവും നമ്മൾ കൊടുത്തിട്ടുണ്ടോ, ഇറ്റ് വിൽ കം ബാക്ക്. അത് ചുമ്മാ ഒരു പ്രകൃതി നിയമമാണ്, ഒരു പ്രകൃതി നിയമമാണ്. ചുമ്മാ കരയിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കരയേണ്ടി വരും, അത് സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ തിരിച്ചറിയണം. നമ്മൾ നിലംപരി ജാഗയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ നീതിമാനായിരിക്കണം. അതർവൈസ് നമ്മൾ ഇപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ വിതച്ചിടുന്നത് ഇരട്ടി പങ്കോട് ഇറ്റ് വിൽ കം ബാക്ക്. അപ്പൊ താങ്ങാനുള്ള ആംബിയർ വേണം. അതെന്റെ വാക്കാണ്. ആരടിച്ചു മാറ്റിയത്? സാറ് അല്ലേ? ചുമ്മാടൊക്കെ കെട്ടി വെച്ചുകൊണ്ടിരിക്കണം നമ്മൾ. അല്ലാതെ സ്വോത്രക്കാഴ്ച കൊണ്ട് 200 രൂപ ഇട്ടിട്ട് 400 ആയിട്ട് തിരിച്ചു വരും. അതും പരിപാടിക്കും കേട്ടോ, അല്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയാണ് പ്രാർത്ഥിക്കും. കർത്താവേ 100 മടങ്ങ് കൊടുക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് തരും കേട്ടോ. നമുക്കത് മാത്രം കിട്ടിയാൽ മതി. നമുക്കത് മാത്രം, നമ്മൾ കൊണ്ട് സ്വോത്രക്കാഴ്ച മാത്രം സൂത്രത്തിന് തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ കർത്താവ് അങ്ങനെയല്ല, എല്ലാം അമർത്തി കൂലി കഴിഞ്ഞോണ്ട് ഇട്ട് തരും. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ വളരെ അധികം വ്യക്തതയോടുകൂടി കാണണം. അടുത്ത, അപ്പൊ നീതിമാൻ തുണയില്ല. അപ്പൊ ആരൊക്കെ ഇട്ടിട്ട് പോയാലും, നമ്മൾ നീതി ചെയ്തിട്ടുണ്ടെങ്കിൽ, നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരൊക്കെ ഇട്ടിട്ട് പോയാലും കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കും. ഇല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്തെന്നറിയാമോ? കർത്താവ് നമ്മളെ ഒറ്റയ്ക്കാക്കി കളയും. വേറെ ആര് വരാന്ന് പറഞ്ഞാലും അവന്റെ വണ്ടി പഞ്ചറാക്കി കളയും. അവനെ കുറിച്ച് വചനത്തിൽ ഇങ്ങനെ പറയുന്നേ, നീ രാത്രിയിൽ കുരുടനായിട്ട് നടക്കും, കൂരിരുട്ടിൽ കുരുടനായിട്ട് നടക്കും. എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് കുരുടനായിട്ട് നടന്ന ആരെങ്കിലും സഹായിക്കും, രാത്രി കുരുടനായിട്ട് നടന്ന ആര് സഹായിക്കും? കാരണം അവൻ അറിയത്തില്ല. മറ്റേ ഉച്ചയ്ക്കാണ് അവൻ നിൽക്കുന്ന നിപ്പ് കാണുമ്പോൾ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്ത് അപ്പുറത്തോട്ട് പിടിച്ചോടും. നീ നട്ടുച്ചയ്ക്കല്ല, രാത്രിയിൽ കുരുടനായിട്ടിരിക്കും. എന്ന് പറഞ്ഞാൽ നോ ബഡി വിൽ ഹെൽപ്പ്. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ഹെൽപ്പ് ഒന്നും കിട്ടാതായി പോകും കേട്ടോ. അതിനൊരുപാട് നേരമൊന്നും വേണ്ട. ആരും കാണാൻ ഒരു മനുഷ്യൻ അറിയത്തോലുമില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ശരിയാക്കിയാൽ പോരാ. ബുക്കും പേപ്പർ ശരിയാക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങ് ശരിയാക്കണം, എല്ലാം ശരിയാക്കണം. ശരിയാക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ രക്തോട്ടമൊക്കെ കുറച്ച് ദിവസമേ കാണുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മുടെ നടപ്പൊക്കെ അങ്ങ് മാറും, നമ്മുടെ രീതിയൊക്കെ അങ്ങ് മാറും. ഇന്നലെ ഞാൻ ഏതാണ്ട് ഒരു സ്വപ്നം കണ്ടു. അപ്പൊ ഞാൻ ഇങ്ങനെ അടിച്ചിരുന്ന് ചിന്തിക്കാതെ, ഇത് എന്തുവാ ഇത്? എനിക്ക് ഇവിടുന്ന് അതുവരെ നടക്കണം, പക്ഷെ ഞാൻ നടക്കുന്നുണ്ട്, നീങ്ങി പോകുന്നില്ല. അതാണ് സ്വപ്നം. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കുറെ നേരം നോക്കി എന്താണ് സംഭവം. ഞാൻ ശരിക്കും ട്രൈ ചെയ്തോണ്ട് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അവിടെ എത്തി, പക്ഷെ ശരീരം അവിടെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ എഴുതുന്ന കാലൊക്കെ ഞാൻ തപ്പി നോക്കി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ സ്വപ്നമാണ്. സ്വതന്ത്രം. ലെറ്റ്സ് കം ബാക്ക്. അവിടെ നമ്മുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു പോവും. ആരുമില്ലാതെ വരും. അതിനൊരുപാട് നേരമൊന്നും വേണ്ട. അതുകൊണ്ട് നമ്മൾ ദുഷ്ടനാവാതിരിക്കാൻ സൂക്ഷിക്കണം, അല്ലേ? അതുകൊണ്ട് ദുഷ്ടൻ വായ്പ വാങ്ങാൻ തിരിച്ചു കൊടുക്കുകയല്ല. നീതിമാന്റെ അനുഗ്രഹങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവൻ തുണയില്ലാതിരിക്കത്തില്ല, അവന്റെ സന്തതി അപ്പത്തിനിരക്കില്ല, അല്ലെ? ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ ചെയ്ത സുഹൃതമാണ്. ഞങ്ങൾക്ക് അപ്പത്തിന് ഒരു മുട്ടും വന്നിട്ടില്ല, അല്ലേ? അപ്പത്തിനൊരു കുറവ് വന്നിട്ടില്ല. സ്വതന്ത്രം എന്താ പറയാ, അറ്റ കൈക്ക് ഉപ്പ് വയ്ക്കാത്ത ആൾക്കാരുണ്ട്, അല്ലേ? അങ്ങനെയൊക്കെ ജീവിച്ചാലൊക്കെ ഗതി ആലോചിച്ചൊക്കെ. എന്നിട്ട് ഞാൻ ആലോചിച്ചോട്ടെ, ഞങ്ങളൊക്കെ പോയ എല്ലാ സ്ഥലങ്ങളിലും ഉഷാർ ഫുഡ്. ഏതെല്ലാം രാജ്യത്ത് പോയിട്ടുണ്ട് അവിടെ എല്ലാം. ഓരോ ആൾക്കാരൊക്കെ ചെന്ന് എവിടെയൊക്കെ കിടന്ന് കുബൂസ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അയ്യോ, ഞാനൊന്നും എൻ്റെ ആയുസിൽ അത് തന്നിട്ടില്ല. ഞാൻ അവിടുന്ന് ചോദിച്ച് വാങ്ങിച്ച് കുബൂസ് തിന്നിട്ടുണ്ട്. എയർപോർട്ടിൽ ഇറങ്ങുന്നു, അവർ സുഖമായിട്ട് കൊണ്ടുപോകുന്നു, AC റൂമിൽ പാർപ്പിക്കുന്നു, ആവശ്യത്തിന് ആഹാരം തരുന്നു, മീറ്റിംഗിന്റെ ഹാളിൽ കൊണ്ടു നിർത്തുന്നു, പ്രസംഗിക്കുന്നു. ഫോണേ ഉപയോഗിക്കില്ല പോകുന്ന രാജ്യങ്ങളിൽ. ഇവിടുന്ന് പോകുന്ന ഓരോരുത്തരുന്ന് ഊപ്പാട് വരികയാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നീതിമാന്റെ സന്തതി അപ്പത്തിന് ഇരക്കില്ലെന്ന് പറഞ്ഞാൽ ഇരക്കണ്ട, സമൃദ്ധമായി അവൻ തിന്നും. പക്ഷെ ഉറപ്പ് വരുത്തണം, നീതിമാനാണെന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ,
അടുത്തത് വായിക്ക്. 25 ഇപ്പൊ വായിച്ചത്, ഇനി 26 വായിക്കുക. അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കും. അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കും. അവൻ ഇങ്ങനെ കൃപാലുമായിട്ട് കൊടുത്തോണ്ടിരിക്കും. ആ വായിക്ക്, അതല്ല അതിന്റെ കാര്യം. വായിക്ക്. അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. സന്തതി അനുഗ്രഹിക്കപ്പെടും. അപ്പൊ നീതിമാന് കിട്ടുന്ന ഒന്നാമത്തെ ഗുണം ഭൂമിയെ കൈവശമാക്കാൻ. 2 അവന്റെ ഗമനസ്ഥിര. അവൻ 3 അവൻ നിലം പരിചാകല്ല. 4 അവന് തുണയില്ലാതിരിക്കല്ല. 5 അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. അപ്പത്തിന് ഇറക്കുകയല്ല. 6 അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇനി അവസാനത്തത് 7:27 വാക്യം. ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക, എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും. സദാകാലം ഗുണമായിട്ടിരിക്കും, സദാകാലം സുഖമായിട്ടിരിക്കും. എത്ര സന്തോഷമുള്ള വാക്യം. ഒറ്റ കാര്യം ചെയ്താൽ ദോഷം വിട്ടകലണം. നമ്മൾ പറയുന്നത് ഇത് വിട്ടു പോകുന്നില്ലെന്നാ. ദോഷം വിട്ടേ പറ്റൂ. ദോഷം നമ്മൾ ആരോട് ചെയ്താലോ ദോഷം തന്നെ. നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് തിരിച്ചു വന്നാൽ നമുക്ക് താല്പര്യമുണ്ടോ നിങ്ങൾ ആലോചിക്കുക. അത് വചനത്തിൽ എവിടെയോ പറയുന്നു, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ. ഭാവിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളിപ്പോൾ ചെയ്യൂ. എല്ലാം പിടികിട്ടി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഈ വാക്യങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരുടെ ലിസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടവനാകാം, അനുഗ്രഹിക്കപ്പെടാം. ദൈവം അതിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ആരും നശിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ളവരല്ല. ചെറിയ കുഴിത്തിരിപ്പുകളേ ഉള്ളൂ. അത് തിരുത്തിയാൽ എല്ലാം ഓക്കെ ആവും. അത് തിരുത്തിയേ പറ്റൂ. കഴിഞ്ഞ ദിവസം ഞാനൊരു വാക്യം എനിക്ക് ഒരാളിട്ട് തന്നു. എല്ലാവരോടും സമാധാനം ആചരിപ്പാൻ ഉത്സാഹിക്കുക, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണില്ല. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എല്ലാവരോടും സമാധാനം പറയാൻ, പുറത്തുള്ളവരോട് സമാധാനം ആചരിക്കാൻ ഭയങ്കര പാടാണത്. പക്ഷെ അതൊരു ഒരു നേക്കാണ്. ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു നേക്ക് നമുക്ക് വരും. നമ്മളെ നേക്കിലെത്തും. ആര് നമ്മളെ തെറി വിളിച്ചാൽ നമുക്ക് ചിരിച്ചോണ്ടിരിക്കാൻ പറ്റും. അതൊരു പ്രത്യേക കൃപയാണ്, അല്ലേ? കർത്താവ് എനിക്ക് കുറെ % തന്നിട്ടുണ്ട്. എത്ര % എന്ന് അറിയില്ല, കുറെ % എന്തായാലും ഉണ്ട്, എനിക്കറിയാം. കാരണം ആൾക്കാർ എൻ്റെ അടുത്ത് ചാടുകയും ബളമൊക്കെ ചെയ്യുമ്പോൾ അതിനോ എനിക്ക് അതിൻ്റെ ഫീലിംഗ് എനിക്കറിയാം. അത് ഏത് രീതിയിൽ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നെന്ന് എനിക്കറിയാം. അത് ഞാനായിട്ട് ഇങ്ങനെ ശീലിച്ചെടുത്തതൊന്നുമല്ല, അത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന കൃപയാണ്. സ്തോത്രം. സ്വഭാവത്തിന് ശുദ്ധീകരണം വരുന്നത് വചനധ്യാനമാണ്. വല്ലാതെ വചനം ധ്യാനിക്കണം. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റം വരുന്നുണ്ടല്ലോ നിങ്ങളുടെ മുഖത്ത്. എന്താ കാര്യം? നിങ്ങൾ ബൈബിൾ വായിക്കാൻ തുടങ്ങി, അല്ലേ? ബൈബിൾ വായിക്കാൻ തുടങ്ങി. പ്രസംഗം കേൾക്കുന്നതൊന്നുമല്ല, പ്രസംഗം കേൾക്കുന്നതുകൊണ്ട് അതിനേക്കാൾ അധികം നിങ്ങൾ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അത് നിങ്ങളുടെ മുഖഭാവം തന്നെ മാറ്റുകയാണ്, ജീവിത രീതി മാറ്റുകയാണ്, ഉറപ്പാണത്. ഇനി പരിശുദ്ധാത്മാവിനെ കൂടെ പ്രാപിച്ച് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാൽ ആര് നമ്മളെ ട്യൂൺ ചെയ്യേണ്ട, നമ്മൾ ട്യൂണാവും. നമ്മൾ നീതിമാന്മാരായി എന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സാക്ഷ്യം പറയാൻ പാകത്തിന് നമ്മൾ പരിശുദ്ധരാവണം. എല്ലാ മേഖലയിലും നമ്മൾ ആവണം. അതവിടെ പറഞ്ഞിരിക്കുന്നത്, എല്ലാവരോടും സമാധാനം ആചരിപ്പാൻ ശ്രമിക്കുക. ആരോടും മുഖത്ത് കറുപ്പ് കൊണ്ട് ഇവിടെ നിന്ന് മേലോട്ട് കയറാൻ പറ്റില്ല. ആരോടും ഒരു കാരണം ചൊല്ലിയും അത് വിട്ടേ പറ്റൂ. അതാണ് അകത്തിരുന്ന് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്യാൻസർ ആയിക്കൊണ്ടിരിക്കുകയാണ്, ക്യാൻസർ. മനസ്സിലാകുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ആയിട്ടപ്പോൾ PC ജോർജ് പറയുകയാണ്, BJP മറ്റുള്ളവരെ ഗിനിപ്പന്നിയെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഗിനിപ്പന്നിയിലാണ് അവർ മരുന്ന് കുത്തിവെച്ച് സംഭവം നോക്കുന്നത്. അപ്പോൾ പുള്ളി ആ ഒരു ഡയലോഗ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുകയാണ്. ഗിനിപ്പന്നിയിലാണ് കുത്തിവെച്ച് പരീക്ഷണം നടത്തുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കി, ഈ പന്നിയിൽ അത് വിജയിച്ചു. അപ്പൊ നമ്മളിത് നിസ്സാരം പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആന്റണിയുടെ മോൻ പോയി, ഇയാൾ പോയി, ഇതെല്ലാം പോകുമ്പോൾ നമ്മളിതെല്ലാം വേസ്റ്റ് അല്ലേ, ഇതിൽ വലിയ കാര്യമില്ല നമ്മൾ ചിന്തിക്കും. അടുത്ത ഇലക്ഷൻ കഴിയുമ്പോൾ പറയും എവിടെ കൂടെ എടുത്ത് മറിക്കുമെന്ന്. മനസ്സിലാകുന്നുണ്ടോ? കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം തന്നെ ഇന്ന് കേരളത്തിലില്ല. കേരളത്തിൽ പകുതിയിലധികം മുസ്ലിം ലീഗാണ്. ലീഗ് വിട്ടുപോയാൽ ഇവിടെ കോൺഗ്രസ് 0 ആയിട്ട് താഴെ പോകും. പ്രതിപക്ഷത്ത് പോലും ഇരിക്കാൻ പറ്റില്ല. ലീഗ് എങ്ങോട്ട് പോകുന്നു അതനുസരിച്ചിരിക്കും. അവൻ BJP പോകില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എവിടെ പോകുന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, കഴിഞ്ഞ ദിവസം എനിക്കൊരു ഒരു ഇത് കിട്ടി. എന്തോ പറയുക, വാട്സാപ്പ് ഇത് കിട്ടി. ഒരു ഇയാളിട്ടിരിക്കുന്നതാണ്, എന്താ പറയുക, ഒരു IPS ഓഫീസർ ഇട്ടിരിക്കുന്നതാണ്. അയാൾ പെൻഷനായെന്ന് തോന്നുന്നു. RSS BJP ടോപ്പ് അജണ്ട ലീഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഹിന്ദുസ്ഥാൻ നോട്ട് ഇന്ത്യ. നമുക്ക് ഹിന്ദുസ്ഥാനാണ് ആവശ്യം, ഇന്ത്യ അല്ല. ഹിന്ദുയിസം ഇൻ ഹിന്ദുസ്ഥാൻ. ഇവിടെ ഹിന്ദുയിസം മാത്രം മതി. The word secular in the constitution to be deleted.
മതേതരത്വം എന്നുള്ളത് എടുത്തു മാറ്റണം. ആന്റി കൺവേർഷൻ ബിൽ വിത്ത് ഡെത്ത് സെന്റൻസ്. മതപരിവർത്തന നിരോധനം കൊണ്ടുവന്നിട്ട് മതപരിവർത്തനം നടത്തുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് കൊല്ലുക, ആ നിയമം കൊണ്ടുവരണം. ടു ഡിസ്ട്രോയ് ചർച്ചസ് കംപ്ലീറ്റ്ലി ഫ്രം ഹിന്ദുസ്ഥാൻ. ഇവിടെ നിന്ന് ചർച്ച എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവണ്ട, ഇടിച്ചു നിരത്തുക. ഇതൊക്കെ വരും കേട്ടോ, ഇത് വരത്തില്ലെന്ന് വിചാരിക്കണ്ട. ഇനി ഇങ്ങനെ ഒരു കുറേ സാധനമുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. ഈ സംഭവം നടക്കണമെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇത് വരുമ്പോൾ നമ്മൾ ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. മുട്ടുവേദനയ്ക്ക് വേണ്ടി നടക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം നിൽക്കാൻ പറ്റത്തില്ല. തലവെട്ടു എന്ന് പറയുമ്പോൾ നിൽക്കാനുള്ള കൃപയുണ്ടാവണം, ചാവാനുള്ള ആംബിയർ ഉണ്ടാവണം, അക്കരെ പോകാനുള്ള കൃപയും ഉണ്ടാവണം. അതാണ് നമ്മൾ ആർജിക്കണം എന്ന് പറയുന്നത്. 2024 ടീമാണ് വരുന്നതെങ്കിൽ, കലാപം ആരംഭിക്കുമെങ്കിൽ, നമ്മൾ ഒറ്റപ്പെട്ട് എവിടെയെങ്കിലും ആയി പോവുമെങ്കിൽ അന്ന് നിൽക്കാനുള്ള ശക്തി നമ്മൾ ഈ കിട്ടുന്ന സമയം ആർജിച്ചെടുക്കണം. അല്ലാതെ ഇവിടെ നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം നടത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സൈന്യം അതിന്റെ കണക്കായിട്ട് എരച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ വേറെ ഒന്നും റെഡിയാക്കാനല്ല നിൽക്കേണ്ടത്. ഗെറ്റ് റെഡി ടു ഡൈ, ചാകാൻ തയ്യാറാവുക. അതിന് ഭാരപ്പെടുകയൊന്നും വേണ്ട. നമ്മളെ കർത്താവ് മരിച്ച് അവിടെ ചെന്നിട്ട് പറയാം, എങ്ങ് വരാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, നിങ്ങളിങ്ങ് വരാൻ. എന്തായാലും കർത്താവിനെ ഉപദ്രവിച്ചാൽ നമ്മളെ ഉപദ്രവിക്കില്ല. മുൾക്കിരീടം വെക്കുകയും മുഖത്ത് കാർക്കിച്ച് തുപ്പുകയും ക്രൂശിച്ചതുപോലെ ഒന്നും ക്രൂശിക്കത്തില്ല. 1-2 അടി വരുമ്പോൾ നമ്മൾ ചത്തുപോകും അല്ലേ? അടി അവിടെ നിന്ന് വരുന്ന പറയുമ്പോഴേ ഞാൻ ചുരുണ്ട് വീഴും, പ്രഷറൊക്കെ ഉള്ളതുകൊണ്ടേ. പണ്ടായിരുന്നെങ്കിൽ ഞാൻ തിരിഞ്ഞ് അടിക്കാൻ വേണ്ടി നിന്നിട്ട് അടി കൊണ്ട് ചത്തേനെ. അപ്പൊ പിന്നെ അതിനുള്ള ഇതില്ല അല്ലേ? ശശിയെങ്കിലും അങ്ങനെ നിൽക്കാൻ സാധ്യതയില്ല, കൈയൊന്നും വയ്യാത്തതുകൊണ്ട്. സ്വതന്ത്രം. അതുകൊണ്ട് നമ്മളിനി മരിക്കാൻ തയ്യാറാവുക. സൈന്യങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു, ശത്രു സൈന്യമെല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ നമ്മുടെ വിശുദ്ധിയെ തെളിയിക്കേണ്ടത്. മനസ്സിലുണ്ടോ? ഇവിടെ ഒരു കൈപ്പുള്ള വേര് നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല, നമ്മൾ പരാജയപ്പെടും. പരാജയപ്പെടാതെ വിജയിക്കാനുള്ള ഒരു അഭിഷേകമാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. നീതിയിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്. ശക്തി ആർജിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാണ്. അതാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, നിങ്ങൾ ശക്തി ലഭിക്കണം, എന്നിട്ട് നിങ്ങൾ എഴുന്നേൽക്കണം. അതവിടെ ഗൗരവമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യണ്ട. ദോഷം വിട്ട് അകലാനുള്ള താല്പര്യം വല്ലതും ഉണ്ടോ? യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 34 മുതൽ 2 വാക്യം കൂടെ വായിച്ചോ. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 34 മുതൽ 2 വാക്യം കൂടി. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. ഇതാണ് എന്റെ ആഹാരം. ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. വചനം പറഞ്ഞിരിക്കുന്ന യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കണം. കർത്താവിന്റെ ഇഷ്ടം 2 എണ്ണമാണ്. 1 ശുദ്ധീകരണം, നമ്മൾ ഇതിന് വേർപെടണം. 2 നമ്മൾ അക്കരെ നാട്ടിൽ ചെല്ലണം. നമ്മളും പോണം, 10 വരെ കൂടെ കൊണ്ടും പോണം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും. നമ്മൾ 4 മാസം കഴിഞ്ഞിട്ട് ഇതൊക്കെ ശരിയാവുള്ളൂ. നമ്മൾ പറയാം 4 മാസം കൂടെ കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവും പാസ്റ്ററെ, പിന്നെ നമുക്ക് ശരിയാക്കാം. 4 മാസം കഴിഞ്ഞാൽ ഇയാളെ കാണുകയല്ല. ഇപ്പം വല്ല നടക്കുമെന്ന് ആലോചിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഗൗരവമായി നിങ്ങൾ ഇതിന്റെ കമ്മിറ്റിക്കാർ ആലോചിക്കുക. കമ്മിറ്റിക്കാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെല്ലാവരും കൂടെ തന്നെ. നമുക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ഗുണം പിടിച്ചവരാണോ? ആണെങ്കിൽ ചിലരെ കൂടെ ഗുണം പിടിപ്പിക്കാം. ഗുണം പിടിച്ചവരല്ലേ എങ്കിൽ ചിലരെ കൂടെ ഗുണം പിടിക്കാതാക്കാം അല്ലേ? എന്താണ് വേണം? എല്ലാം സ്ഥിരമായിട്ട് ഇവിടെ വരിക, കുറച്ച് നേരം ഇങ്ങനെ തണുപ്പത്തിരിക്കുക, 2 പാട്ടൊക്കെ കേൾക്കുക, ഞാൻ പറയുന്നതൊക്കെ കേൾക്കുക അല്ലേ? 2 കൊണ്ട് ചിക്കനൊക്കെ കഴിച്ചുകൊണ്ട് വീട്ടിൽ പോവുക. ഇത് സ്ഥിരം നടക്കുമെന്ന് വിചാരിക്കരുത്. സ്വതന്ത്രം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുമെന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത് ഇപ്പോഴേ തല പൊക്കി നോക്കിയാൽ ഓക്കെ ആയിട്ട് കിടക്കുകയാണ്. കണ്ടോ? ഇപ്പോൾ നമ്മൾ തല പൊക്കി നോക്കിയാല തല ഇങ്ങനെ ചോറിൽ കുഴിച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ? നമ്മുടെ തല ഇങ്ങനെ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. തല ഒന്ന് എടുക്കുക, ഒട്ടക പക്ഷി പോലെ തല കുഴിച്ചു വെക്കാതെ പൊക്കുക, എന്നിട്ട് നോക്കുക, മൊത്തം കിടക്കുകയാണ് അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എവിടെയൊക്കെയാണ് നമുക്ക് സ്കോപ്പ്. എനിക്ക് നാളെ ഒരു സെമിനാർ ഉണ്ട്, അതിനുവേണ്ടി ഞാനൊരു പേപ്പർ പ്രസന്റേഷൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മിഷന് നമുക്ക് സ്കോപ്പ് ഉള്ളത് എവിടെയാണ് അല്ലേ? ലൈറ്റ് വെച്ച് കെട്ടേണ്ടത് എവിടെയൊക്കെയാണ്? എവിടെയെല്ലാം ഇരുട്ടുണ്ടോ അവിടെയെല്ലാം കെട്ടാം. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇരുട്ടല്ലേ? നമ്മളിൽ 4 ലൈറ്റ് ഇരിപ്പുണ്ട്. നമ്മൾ ആലോചിച്ചോ, ഇരുട്ടത്ത് നമ്മൾ തപ്പി കിടക്കാണ്, എവിടെ കെട്ടാൻ പറ്റും? മൊത്തം ഇരുട്ടാണ്. എവിടെയെങ്കിലും കെട്ടാം, എവിടെ വെച്ചാലും ഈ ലൈറ്റ് ആവശ്യമാണ്. പക്ഷെ നമ്മൾ കെട്ടാനുള്ള വെളിച്ചം കാണുന്നില്ല. വെളിച്ചം കിട്ടിയെങ്കിൽ അവിടെ കൊണ്ട് കെട്ടായിരുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം. അത്ര മനോഹരം നോക്കിയേ. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം. കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. എവിടെ കൂട്ടിവെക്കുന്ന? എവിടെ? നിത്യജീവനിലേക്കാ. കണ്ട, KSF കൊണ്ടിടുവെന്നല്ല,
നിത്യജീവങ്കിലേക്ക് കൂട്ടി വയ്ക്കുമെന്ന് ആ വാക്ക് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിച്ചു കേട്ടോ. നിത്യജീവങ്കിലേക്ക് കൂട്ടി വയ്ക്കും. അപ്പൊ രണ്ടുപേർക്ക് സന്തോഷം. ആർക്കൊക്കെ? വിതച്ചവന് സന്തോഷ, കൊയ്തവന് സന്തോഷ. നാട്ടിലെവിടെയെങ്കിലും വിതച്ചവനും കൊയ്തവനും ഒരുപോലെ സന്തോഷമുണ്ടോ? വിതച്ചവൻ അന്ന് വിതച്ചു 500 രൂപ കിട്ടി, അവൻ പോയി. കൊയ്തവൻ പിന്നെ വന്ന് കൊയ്തു, അവനും 500 രൂപ കിട്ടി. 500 രൂപയുടെ സന്തോഷം എന്തോ ഇരിക്കുന്നു. പക്ഷെ വിതച്ചവനും കൊയ്തവനും മുതലാളിക്കും ഒരേ സന്തോഷം. എന്താ കാര്യം? മൊത്തം നിത്യജീവനിൽ കയറിയിരിക്കുക. അപ്പൊ നമ്മൾ വിതച്ചവിടെ എടുക്കുമ്പോൾ നമ്മളവിടെ കാണണം, കൊയ്തവിടെ എടുക്കുമ്പോൾ നമ്മളവിടെ കാണണം, അല്ലേ? പേർ വിളിക്കും നേരം കാണും. പേര് വിളിക്കുമ്പോ നമ്മളെ പേരവിടെ കാണണം. എത്രയും പെട്ടെന്ന് വരുവാനുള്ളവൻ വരും താമസിക്കുകയല്ല. എത്ര മനോഹരമായ വാക്യം നോക്കിയേ. നിത്യജീവങ്കലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. ആ കൂട്ടലിൽ നമ്മൾ ഉണ്ടാവണം. വായിക്കും, ഇവിടെ നിന്ന് വായിക്കേ. സ്തോത്രം. വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊൽ ഇതിൽ ഒത്തിരിക്കുന്നു. അടുത്ത് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്കുനിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. അങ്ങനെ ശമര്യർ അവന്റെ അടുക്കൽ വന്നു തങ്ങളോട് കൂടെ പാർക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. ഇത് നിങ്ങൾ ഓർത്തോണം. ശമര്യക്കാരി സ്ത്രീയുടെ പരിപാടിയായത്. ശമര്യക്കാരി സ്ത്രീ, അവള് ആരും വെള്ളം കോരാൻ വരാത്ത നേരം നോക്കി നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ വന്നതാ. കർത്താവ് അവിടെ എത്തി. കർത്താവ് അവിടെ എത്തിയിട്ട് അവളുടെ ഇച്ചിരി വെള്ളം കുടിക്കാൻ കിട്ടിയാൽ കൊള്ളായിരുന്നു. അപ്പൊ അവളുടെ ആദ്യത്തെ ചോദ്യം, യഹൂദനായിരിക്കുന്ന നീ ശമര്യക്കാരെ എൻ്റെ അടുത്ത് വെള്ളം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ നമ്മൾ അറപ്പല്ലേ അല്ലേ? കർത്താവ് പറയുന്നൊരു മെയിൻ ഡയലോഗ് അതിനകത്തുണ്ട്. നിന്നോട് ചോദിക്കുന്ന ഞാൻ ആരെന്നും ഞാൻ തരാൻ പോകുന്ന വെള്ളം എന്തെന്നും നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും ദൈവത്തിന്റെ ദാനമാണ്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ ദൈവത്തിന്റെ ദാനമാണ് എന്ന് പറഞ്ഞാൽ നിന്റെ മുമ്പിൽ ഞാൻ വന്ന് നിൽക്കുന്നില്ലേ, ഞാനാകുന്ന ക്രിസ്തു ഉണ്ടല്ലോ, അത് ദൈവത്തിന്റെ ദാനമാണ്. നിനക്ക് നട്ടുച്ചയ്ക്ക് കിട്ടിയിരിക്കുക. ആരും ഇല്ലാത്ത നേരം നോക്കി നീ വെള്ളം കോരാൻ വന്നിരിക്കുക. നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഞാൻ ദൈവത്തിന്റെ ദാനമാണ് എന്ന് നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. 2 ഡയലോഗ് കൂടി അങ്ങോട്ട് കഴിയുമ്പോൾ അവൾ യേശുവിനെ തിരിച്ചറിഞ്ഞു. പാളയം കയറിവിട്ടിട്ട് ഒരൊറ്റ ഓട്ടം ചെന്ന് സുവിശേഷം അറിയിച്ചു. അവിടെയുള്ള ആൾക്കാർ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, ഞങ്ങളുടെ അവിടെ പാർക്കണം, 2 ദിവസം അവിടെ പാർത്തെന്നായി പറയുന്നേ. ഒരിക്കലും യേശുവിന് ചെല്ലാൻ സ്കോപ്പില്ലാത്ത സ്ഥലം. ഒരു വേശ്യാസ്ത്രീക്ക് യേശുവിനെ അവിടെ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്തിട്ട് യേശുവിനെ 2 ദിവസം അവിടെ പാർപ്പിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് നിങ്ങൾക്കും എത്രയധികം. ദരിദ്രൻ വായ്പ വാങ്ങുന്നു, അവൻ തിരിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ ഒരുപാട് വാങ്ങി, മതി. കർത്താവിൽ നിന്ന് ഒരുപാട് നമ്മൾ അനുഭവിച്ചു, മതി. തിരിച്ചെന്ത് കൊടുക്കാനുണ്ട്? സ്തോത്രം. തിരിച്ചൊന്നും കൊടുക്കാനില്ലെങ്കിൽ പോകാതിരിക്കുന്നതാണ് നല്ലതാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. പോയ പോക്കുണ്ടോ? സ്ത്രീ എന്ന് പറഞ്ഞതിന്റെ പേര് പറയാ. ഇപ്പൊ ഇനി നീ പറഞ്ഞ വാക്കുകൊണ്ടല്ല, ഞങ്ങൾ ഇത് അനുഭവിച്ചു. എത്ര മനോഹരം നോക്കിയേ. ഒരു വേശ്യാസ്ത്രീ പറഞ്ഞ വാക്ക് കേട്ട അവന്മാർ ചെന്ന് കർത്താവിനെ കണ്ടു മനസ്സിലാക്കിട്ട് പറയാം, ഇനി നീ പറഞ്ഞ കേട്ടിട്ടല്ല, ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് മനസ്സിലായി. ഇതാണ് മഹാദൗത്യത്തിന്റെ ഭാഗം. ഇതാണ് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന. ഇതെന്റെ ആഹാരം. കർത്താവ് ശമര്യ സ്ത്രീയുടെ അടുക്കൽ ചെന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശിഷ്യന്മാര് ഫുഡ് കൊണ്ടുവച്ചിട്ട് വിളിക്കാണ്, നീ ഇതവിടെ പോയിരിക്കാണ്, പൊറോട്ട തണുത്തു. കർത്താവ് പറയാ, എന്നെ അയച്ചവന്റെ വേല ചെയ്യുന്ന എന്റെ ആഹാരം. എന്താ അയച്ചവന്റെ വേല? എന്നിട്ട് അവിടെ നിന്ന് അവിടുത്തെ യേശുവിനെ വെളിപ്പെടുത്തി കൊടുത്തു. പാളയം കയറിയിട്ട് അവൾ ഒറ്റ ഓട്ടം. നാട്ടുകാരത്ത് മൊത്തം ചെന്ന് പറഞ്ഞു, ഞാൻ യേശുവിനെ കണ്ടു. എല്ലാവരും കൂടെ യേശുവിന്റെ അടുക്ക വന്നു. 2 ദിവസം അവിടെ പാർത്തു. ഇതെന്തൊരു മഹത്വമാണ്. സ്തോത്രം. അടുത്ത് വായിക്കേ. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ അവിടം വിട്ട് ഗലീലയിലേക്ക് പോയി. വായിക്കേ. പ്രവാചകന് തന്റെ പിതൃദേശത്ത് ബഹുമാനം ഇല്ല എന്ന് യേശു തന്റെ സാക്ഷ്യം പറഞ്ഞിരുന്നു. അവൻ ഗലീലയിലെത്തിയപ്പോൾ ഗലീലക്കാർ തങ്ങളും പെരുന്നാളിന് പോയി. അവർ യെരുശലേമിൽ വെച്ച് പെരുന്നാളിൽ ചെയ്തു ഒക്കെയും കണ്ടതുകൊണ്ട് അവനെ അംഗീകരിച്ചു. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയെ കാനാവിൽ വന്നു. അവൻ മകൻ മതി. അപ്പോ ആ യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി നമ്മൾ കണ്ടോ? യേശുവിന്റെ യാത്രകൾ കാണുന്നുണ്ടോ? യേശുവിനെ ക്രിസ്തു എന്ന് തിരിച്ചറിഞ്ഞ ഉടൻ ശമര്യക്കാരി സ്ത്രീ ചെയ്തത് പിന്നെ വെള്ളം കുടിക്കാൻ പോലും നിന്നില്ല. നമ്മളാണെങ്കിൽ വെള്ളം എടുത്തോണ്ട് ചെന്ന് ഫുഡൊക്കെ വെച്ച്
കഴിച്ച് പിന്നെ വായു ഗുളികയും കഴിച്ച് അവിടെ കിടന്നുറങ്ങും. പിന്നീട് നമ്മൾ ആലോചിക്കും, ഇന്നലെ ഒരാളിനെ നമ്മൾ കണ്ട, അയാൾ കൊള്ളായിരുന്നു. അപ്പോഴത്തേക്കും കഥ തീരും. കണ്ട, മറ്റേ ആ ചൂടില് വേണമെങ്കിൽ അവർക്ക് ഓർഡിനേഷൻ വാങ്ങിക്കാൻ വേണ്ടി പോവാം, ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോവാം, എന്നിട്ടേ നടക്കുകയുള്ളൂ. ഇതൊക്കെ ആലോചന നടക്കുക. അവർക്ക് ഒന്നും ഒരാലോചനയല്ല. അവൾ അപ്പോഴേ സംഭവം വിട്ടു കഴിഞ്ഞു. ഓടിച്ചെന്ന് പറഞ്ഞെന്നാ അവിടെ പറയുന്നത്, ഓടിച്ചെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഓടിച്ചെന്ന് പറയാൻ താല്പര്യമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇല്ലെങ്കിൽ താങ്കൾ ദുഷ്ടനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ ജോലിയാണത്. നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നിർബന്ധമായും നമ്മളത് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ തികഞ്ഞ ഒരു ദുഷ്ടനാണ്. ഇവിടെ പറഞ്ഞ ഒരനുഗ്രഹങ്ങളും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. അല്ല, ഈ പ്രഭാതത്തിലെങ്കിലും ദുഷ്ടതരം മാറ്റാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ വരും. ആ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വരണം. ആ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നമുക്ക് അക്കരെ നാട്ടിലേക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ.